ഇത് ഇത്തരത്തിൽ ഈ വന്യമൃഗ ശല്യം രൂക്ഷമായ ഒരു മേഖലയാണോ? ഈ നാട്ടുകാർ പറയുന്നത് എന്താണ്? ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അനധികൃതമായ ഇത്തരത്തിൽ ഒരു വേലി അതിലേക്ക് ഇങ്ങനെ കറന്റ് പ്രവഹിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ. നാട്ടുകാർ എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൈൽ? ഉന്മേഷം അനധികൃത ഫെൻസിംഗ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കുറുകെയിട്ട ഈ ലൈൻ ഏകദേശം 200 മീറ്ററോളം അങ്ങോട്ട് പോയി KCBയുടെ പോസ്റ്റിൽ കണക്ഷൻ ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇരുടായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വഴികൾ വലിയ പ്രതിസന്ധിയിലൂടെ അങ്ങോട്ട് നീങ്ങാൻ കഴിയില്ല. നമ്മൾ ഈ കാണുന്ന ഈ ഭാഗമുണ്ട്, ഇത് ഫോറസ്റ്റ് മേഖലയാണെന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ പറയുന്ന കൃഷിയിടമുള്ളത്. അപ്പോൾ ഈ ഫെൻസിങ്ങിന് കുറുകെ ഇട്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ പന്നിക്ക് കെണി വെച്ചിരിക്കുന്നു, അതായത് പന്നിയെ പിടിക്കാനായിട്ട്, ഇറച്ചി ആവശ്യത്തിന് പന്നിയെ പിടിക്കാനായി കെണി വെച്ചെന്ന് അനുമാനിക്കാം. അതേസമയം തന്നെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോയതെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നാളെ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇത് എങ്ങോട്ട് കൊണ്ടുപോയി നടക്കുമുള്ള കാര്യങ്ങൾ. എന്തായാലും ഫെൻസിംഗ് അനധികൃതമായ സംശയമില്ല. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ അനുമതി എടുത്താണ് ഫെൻസിംഗ് ഉണ്ടാക്കിയതെങ്കിൽ അതിൽ കടത്തിവിടുന്ന വൈദ്യുതി, ഈ പറയുന്ന വോൾട്ടിനൊക്കെ പരിമിതികളുണ്ട്. ഒരു ജീവൻ എടുക്കാൻ മാത്രമുള്ള പവർ അതിനുണ്ടാകില്ല. ഇത്തരത്തിൽ ഒരു ജീവൻ നഷ്ടമാവുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ആയ നല്ല രീതിയിൽ ഉള്ള ഒരു വൈദ്യുതി ആഘാതമാണ് ഏറ്റിരിക്കുന്നത്. ഏകദേശം വലിയ KVയിൽ തന്നെ വലിയ വാൾട്ടിൽ തന്നെ വൈദ്യുതി കടത്തിവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അനധികൃതമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുമായി ബന്ധപ്പെട്ട് ഇനി വരും ദിവസങ്ങൾ നിയമ നടപടികളും എഫ്ഐആറുകളും അടക്കം ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. നിലവിൽ അനന്തുവിന്റെ മൃതദേഹം ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. മറ്റ് 2 പേരാണ് വലിയ അനന്തു സുഹൃത്തുക്കളായ 2 പേർ ഇപ്പോൾ ആരോഗ്യനില തരണം ചെയ്തിട്ടുണ്ട്. ഒരാൾ നിലമ്പൂർ ആശുപത്രിയിലും മറ്റേ ആൾ പാലോട് ഒരു സ്വകാര്യ ആശുപത്രിയിലുമാണ് ഉള്ളത്. എന്തായാലും അങ്ങേയറ്റം ദാരുണമായ ദയനീയമായ സംഭവം. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അവർ മീൻ പിടിക്കാനായി എത്തിച്ച വലയും അവരുടെ ചെരുപ്പുകളൊക്കെ നമുക്ക് അവിടെ കാണാം. ഒരു വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ്. കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ അവധി ദിവസമാണ്. SLC വിദ്യാർത്ഥി അനന്തു സുഹൃത്തുക്കളോടൊപ്പം ദിവസത്തിൽ വൈകിട്ട് ഒരു മീൻപിടുത്തത്തിനും അല്ലെങ്കിൽ ഒരു ചെറിയ വിനോദത്തിനായി ഇവിടെ എത്തിയതാണ്. പക്ഷെ ഇതൊരു അവസാന യാത്രയാകുമെന്ന് അനന്തു അറിഞ്ഞില്ല. ഏറ്റവും ദയനീയമായ സംഭവം. അതും അനന്തു മനസ്സാവാച അറിയാത്തൊരു കാര്യത്തിന് ഈ അധികാരികളുടെ ഒരു അനാസ്ഥ കൊണ്ടുണ്ടായ ഒരു മരണം എന്ന് വേണം നമുക്ക് നിസ്സംശയവുമായി ബന്ധപ്പെട്ട് പറയാം. നമ്മൾ നേരത്തെ ഇവിടെ വരുന്ന സമയത്ത് KCB ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിരുന്നു. ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ നിന്ന് പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഇതിൽ വൈദ്യുതി ഇതുവഴി വൈദ്യുതി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ പിള്ളക്കൊക്കെ അവർ ഊരിട്ട് കാണും. എന്തായാലും KCBക്കും വനം വകുപ്പിനും ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ രൂക്ഷ വിമർശനം ഉയരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ പരിസരത്ത് നാട്ടുകാരടക്കമുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് പോലീസിന്റെ ഇൻസ്പെക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരോട് നേതാവരോടൊക്കെ സംസാരിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താ അറിയാൻ കഴിയും? നിങ്ങൾ ഈ പ്രദേശത്തുള്ളതാണ്. ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു കൃഷിക്ക് ചെയ്തതല്ല, പന്നിയെ പിടിക്കാൻ ചെയ്തതായിട്ടാണത് കാണുന്നത്. അത്രേ ഉള്ളപ്പോ ഇത് കണ്ടു കഴിഞ്ഞാൽ, അതായത് നേരം വെളുത്താൻ നിങ്ങൾക്കൊക്കെ കാണാം. ഇവിടെ അങ്ങോട്ട് കണക്ഷൻ പോയിട്ടുണ്ടോ? ഇതുവരെയല്ലേ ഉള്ളൂ, അതാ കാണുന്നത്. ഈ ലൈൻ വലിച്ചിരിക്കുന്ന സമയത്തിൽ KCB പോസ്റ്റ് തന്നെയാണ്. അതൊന്നും അറിയില്ല. ഞാനിപ്പോ നിങ്ങളെ കൂട്ടത്തിൽ തന്നെയാണ് ഇവിടെ വന്നത്. ഞാൻ ജസ്റ്റ് കണ്ട കാര്യം പറഞ്ഞു എന്നുള്ളൂ.